ഉണ്ടാക്കണ ഇതാണല്ലേ ഇന്നത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. ഇത് ഫ്ലോപ്പ് ആവുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഇല്ലില്ല, അണ്ണൻ ചെയ്യുന്ന പരിപാടികളൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഉറപ്പാണ് മാർക്കിടാൻ. അപ്പോൾ നമ്മളിന്ന് ഒരു പഴംപൊരി ബീഫ് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളെല്ലാവരും പഴംപൊരി, സാധാ പഴംപൊരി കഴിച്ചിട്ടുണ്ട്, ബീഫ് പഴംപൊരി കഴിച്ചിട്ടില്ലല്ലോ. നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ട്രൈ ആണ്, ചെയ്ത് നോക്കാം. ഇനി ഈ സാധനം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അതെന്തൊക്കെ കാണും? ഏത്തപ്പയം, ബീഫ് വയ്ക്കാൻ പഠിച്ച് പാഴ്സൽ വാങ്ങിച്ചത്, പിന്നെ വെളിച്ചെണ്ണ ഇല്ല, പാം ഓയിലാണ്, പിന്നെ മൈദമാവാണ്. ഫസ്റ്റ് ഇതൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് പഴം പുഴുങ്ങണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഴം പുഴുങ്ങാനായിട്ട് നമുക്കിതാ ഇഡ്ഡലി കൊടുക്കും. ഒരു കിലോ പഴം വാങ്ങി അത് മൊത്തം വെച്ചിട്ടുണ്ട്. ഫുള്ള് വെച്ചിട്ടുണ്ട്. അതെല്ലാം അടച്ച് ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ഈ സാധനം ഇതൊന്നിട്ട് മൈദ. അതെ, മൈദ. പിന്നെന്തിനാണ്? അത് പൊരിക്കാനാണ്. പൊരിക്കാനുള്ള പാമോയിൽ. ബാറ്റർ ഉണ്ടാക്കാൻ ഇനി കുറച്ച് പരിപാടി ഉണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ട്. മഞ്ഞപ്പൊടി വേണം, അതെടുക്കാം. മഞ്ഞപ്പൊടി ഇടണം. വാഴക്കപ്പാലേ ആദ്യം ഉണ്ടാക്കണം, എല്ലാവർക്കും അറിയാം. അപ്പം ഇതെല്ലാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു സാധനം ഇവിടെ ഇരുന്നാവും. മാവ് കലക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഉള്ളേ. 1 2 മാവ് കലക്കാൻ നേരത്ത് ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് സോഡാപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കടലതി, പിന്നെ ഉപ്പ്. സോഡാപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടെ ചേർത്ത് നമുക്കിതാ ഈ 2 ഗ്ലാസ് വെള്ളത്തിൽ മൈദയും ഇട്ട് കലക്കണം. എന്നിട്ട് നമുക്ക് വാഴക്കപ്പത്തിന്റെ എന്തിനാണ് ബാറ്റർ കാണിച്ചേ? മമ്മി മഞ്ഞപ്പൊടി കൊണ്ട് ചേർന്നു. മഞ്ഞപ്പൊടി നമ്മൾ സാധനം ഉണ്ടാക്കണം. നമ്മളെ കിഴിച്ചു ഇവിടെ കാണിക്കടാ. മഞ്ഞപ്പൊടി കളറിനെ പോയില്ലേ, പാറിപ്പോയ. ഓക്കെ, കളർ എത്രത്തോളം വേണോ ചേച്ചി ചേർത്തോ, വിഷയമില്ല. കുറച്ച് ഇടാ. മഞ്ഞപ്പൊടി ഇട്ടാണ് മുളക് ഉണ്ടാക്കണം. ചെയ്യുന്നില്ലേ? ഇത് സത്യം പറഞ്ഞാൽ നീ സാധനം ഉണ്ടാക്കാറിയാം, വാഴക്കപ്പത്തിന്റെ ബാറ്റർ ഉണ്ടാക്കാറിയാം. കുറച്ച് സോഡാപ്പൊടി, കുറച്ച്, അല്ലെങ്കിൽ പണിയാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സോൾട്ട് മാറിക്കിട. സാൾട്ട് മങ്കോട്രി അല്ല, സാൾട്ട് ഉപ്പ്. ഓക്കെ, അയ്യേ, പിന്നെ കൈയിട്ടല്ലാതെ കലക്ക. ഞാൻ നമ്മളെ ഇതിനാണോ? കുഴപ്പമില്ല, ഉപ്പ് കുറവുണ്ട്. ചേച്ചിയൊന്നും പഠിക്കാൻ പറ്റില്ല. കറുത്ത മഴ എന്താ മഴ? നീ പഠിക്കാൻ പോണ? വൈകിട്ട് എന്തെങ്കിലും. ഓക്കെ, മാറി നിൽക്കേ. മാവ് പൊട്ടിക്കാം. നീ മാറിക്കോ, ഈ കാലത്തിട്ടാവോ നേട്ടാ ഇടിക്കാൻ തന്നെ. പിച്ചത്തണോ? എടുത്തോണ്ടോ. പിച്ച നമ്മുടെ ഒരു അടിമാക്കണ്ണാണ്. അതെ, എനിക്ക് പിടിച്ചെന്നാ പഴം കണ്ടിച്ചാൽ മുറിയാത്ത പിച്ചാത്തിനൊക്കെ അവിടെ നിൽക്കുക. കുറച്ച് മാവിട്ട് കൊടുക്കണം. മമ്മി ഒന്ന് ചീത്തുള്ളിയിലേ കൊള്ളാട്ടെന്ന്. എന്ത് ഇതൊക്കെ ഇവിടെ വൃത്തികേടാക്കി വയ്ക്കും. വെറുതെ മാവൻ തട്ടി തന്നു. നീ തട്ടണ്ട, നീ തട്ടിയാ നീ ക്ഷീണമാവും. എന്റെ കൈ തട്ടാനല്ലോ പറഞ്ഞത്. മതി. ഇത് പിടിയാക്കിച്ചു. പിന്നെന്തിരിഞ്ഞൂടെ വെച്ചാണ് കൊണ്ടുപോകല്ലേ അടിമാക്കണ്ണായിട്ട്? അതുകൊണ്ടവിടെ പോണു. ഇവിടെ കൊണ്ടുപോകല്ലേ, കൊണ്ട് വേണോ? നീ കൊണ്ടു വാങ്ങിട്ട് മാവ് കലക്കാൻ നേരത്ത് ഉണ്ടയില്ലാതെ കലക്കണം. കട്ടിനകത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പൊട്ടി മോന്തി കയറി. എവിടെ എടുത്ത് വെച്ചേക്കണം? വന്നോ ഗൈസ്? യെസ്, വന്നു ഗൈസ്. അതിന്റെ ഒരു കുട്ടാൻ തെറിച്ച അതുപോലെ. എന്താ കാണിക്കുന്നത്? ഓക്കെ, ഇത് മാവ് വെച്ചോ. കുഴക്കണ സൗണ്ട് കിട്ടുമോ? കുഴക്കണ സൗണ്ട് കിട്ടൂല.
അത്രയ്ക്കുള്ള മൈക്കൊന്നും ഇല്ലല്ലോ, അത്രയ്ക്കുള്ളതൊന്നും ഇല്ലല്ലോ. എത്രയ്ക്കുള്ള അത് കത്തിക്ക പ്രശ്നം പോകില്ല. എടുക്കുമ്പോ ഇങ്ങനെ വേണം. ഈ ടെക്സ്ചറിൽ കിട്ടണം അല്ലേ? മതി, കട്ടയോ? ഇതിപ്പം ഇതിന്ന് ആവി പോകണം. ചെറുതായിട്ട് ആവി പോകണം. എനിക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. അല്ല, തിരളിയപ്പം ഉണ്ടാക്കിയത് ഇലയപ്പം ഉണ്ടാക്കണം. ഇലയപ്പം വാഴയ്ക്കപ്പത്തി പോയാണ്. ഇത് കണ്ടിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കണം. ഇങ്ങനെയാണ് ആരെങ്കിലും ഇലയപ്പം ഉണ്ടാക്കണം? അവന്റെ അമ്മ ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് എന്തിനു തോന്നുന്നു? എനിക്ക് ഒന്നും തോന്നണില്ല. എനിക്ക് തോന്നില്ലേ? എന്ത് തോന്നർക്ക് മാത്രം നമ്മളിവിടെ കൊടുക്കുള്ളൂ. എന്നിട്ട് തോന്നണ പറ. വാഴക്കപ്പം. അപ്പൊ അണിയ പറഞ്ഞത് ഇലയപ്പം എന്ന് പറഞ്ഞിട്ട് എവനൊന്നില്ല സാധനം. നീ നോക്കിക്കണ്ട, നിനക്കിന്ന് സാധനം ഇല്ല. എനിക്ക് വേണം, എനിക്ക് വേണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊന്ന് ആവി ഒന്ന് സെറ്റ് ആയിട്ട് പോയിട്ട് ഇതും ഒന്ന് റെഡി ആയിട്ട് കിച്ചണിൽ ലൈൻ എന്ത് പറയാ? എനിക്ക് ലൈനൊന്നുമില്ല. വീഡിയോ എല്ലാരും കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് തന്നെ ചേച്ചിയൊക്കെ പറഞ്ഞു പിക്ചറിന്റെ നീ കൊണ്ടുപോയാ വീട്ടില് ബീഫ് ഉണ്ടാക്കാൻ പറ്റാത്തവര് പാട്ടിൽ വന്നിരുന്നായി പിടിച്ചാണ് വേറെ നിൽക്കാതെ പിടിച്ചു. നിന്നെന്തെന്ന് അടിമക്കണ്ണാണ് അത് പിടിക്കാനായി. ഏത് പിടിക്കാം? പിന്നെ നേരത്ത് വാഴയ്ക്കാൻ പിടിക്കാൻ പറഞ്ഞാൽ പിടിച്ചോളൂ. അതൊക്കെ പിടിക്കായി, ചാടി പിടിക്കും. ഇത് ഗ്രേവി. അപ്പൊ എന്തായാലും ഇത് സെറ്റ് ആക്കി പൊറോട്ട കഴിക്കാനുള്ളായിരുന്നു, ഗ്രേവി കൂടി കഴിക്കാൻ. സത്യം. അതൊക്കെ അങ്ങോട്ട് ഇത് കൈയിട്ട് എടുക്കുക, കൊതിവിടെ ചെയ്ത് കഴിഞ്ഞാൽ കൈ തല്ലി പിടിക്കും. കിച്ചനുള്ള മുന്നറിയിപ്പാണ്. അതെ, ഓക്കെ. പക്ഷെ ഇതുപോലെ ബീഫ് അങ്ങനെ ഉണ്ട്. ഇതുപോലെ ബീഫ് കുറച്ച് വെട്ടുകൂട്ടി എടുത്തോ, അല്ലെങ്കിൽ കുറച്ച് ബീഫും തികയൂല. അത് തന്നെ. പക്ഷെ കുറഞ്ഞു പോയാ ബീഫ്? ഇത് എത്ര വാങ്ങിച്ച? പിന്നെ ഒരു ബീഫിന് അവര് ഒരു രണ്ടാമത് വരും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ അയച്ചു. ഓക്കെ. ഇവന് ബീഫ് വയ്ക്കണ്ട, കൊടുക്കണ്ട. അവന് കൊളസ്ട്രോൾ ഉണ്ടാവും. കൊച്ചുള്ള ഇപ്പഴി ഈ പ്രായത്തിൽ കൊളസ്ട്രോൾ വന്നൂടാ. അതുകൊണ്ട് നീ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഹോർലിക്സ് തരാൻ നിനക്ക് ഇപ്പം ഇങ്ങനെ കിട്ടും. നിന്റെ മുഖം പിടിക്കാണ്ട് അതിൽ മുക്കുതിൽ നിന്നിട്ട് പിടിച്ചെടുക്കും. ഇനി ഒരു പാത്രം വേണം. ഇപ്പം ഇത് ഫ്ലോപ്പ് ആവുന്ന വെച്ചാൽ അറിഞ്ഞൂടാ കേട്ടാ. എന്തായാലും ഇല്ലില്ല, അണ്ണൻ ചെയ്ത പരിപാടികളൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഉറപ്പാണ്. മാറിക്കിടങ്ങ. ഇതുണ്ട്. ഒരു പൊട്ടിയിരിക്കുന്നു. പുട്ടാണോ ഇത്? മുട്ട പോയിട്ട് ഉപ്പ് ഉണ്ടാക്കാം. ഇന്നെല്ലാം നമ്മള് എന്തിനാണ് ഉണ്ടാക്കണ ഇതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ വ്യായാമൊക്കെ കഴിഞ്ഞ് ഇനി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ചേട്ടനെ വിളിച്ചില്ല. എത്ര ടൈം വെച്ചിട്ട്? 15 മിനിറ്റായോ? 15 മിനിറ്റാവും. മുട്ടായി അല്ല, 15 മിനിറ്റ്. വാട ചൂടെ. ഇതിന് നമുക്കൊന്ന് എന്താണ് കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ചൂടാണേ. ഉടച്ചെടുക്കാനാണ്. ഇപ്പൊ പഴംപൊരി അല്ലേ ഉണ്ടാക്കണം? എടാ, അത് കാണിച്ചു തരാം ഞാൻ. ചേട്ടാ, നമ്മുടെ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിരുന്നു. ഈ അവതാരണം പറഞ്ഞ കളഞ്ഞാണ്. ചൂട് ചൂട്. ഈ സാധനം ഒന്ന് തൊലി പൊളിച്ച് പഴം പരുവത്തിന് എടുക്കണം. അല്ല, പഴമേ എന്റെ കൈ പോയി. കൈ പൊള്ളി. മാറി നിൽക്ക് നീ. ഇനി നമുക്കിത് ഉടയ്ക്കാമേ. പുഴുങ്ങി പഴം ഉടച്ച് സെറ്റാക്കാം. അത് കൊള്ളാല്ല. ഇതൊരു കോമ്പിനേഷൻ. റൊണാൾഡോ മെസ്സിയും കൂടെ ക്രിക്കറ്റ് കളിക്കും. എന്താണ് കളിക്കണെന്ന് അറിയാമോ?
എന്തിനാണ്? എന്താ ക്രിക്കറ്റ് ആ സൂപ്പർ. അപ്പൊ സച്ചിനും ഇവനൊക്കെ ക്രിക്കറ്റ് ഫുട്ബോൾ ആര് കളിക്കുന്നപ്പം? ചേട്ടൻ പറഞ്ഞ ആള് മറ്റേ സച്ചിൻ. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടായി. വെളിയാടുന്ന് പറയല്ലേ. ചേട്ടൻ ഗൈസ് അപ്പൊ ഈ പ്രയത്നം കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഈ സാധനം ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുത്താൽ മതി. ഓക്കെ, കുറച്ച് ഇതുപോലെ സെറ്റാക്കി എടുക്കണം. ഗൈസ് ഇതിന്റെ അകത്ത് മൈദാമാവും കുറച്ച് മൈദാവ് അരിമാവ് ഇടാം. കാരണം ഇത് കയ്യിലൊട്ടായിരിക്കാൻ വേണ്ടിട്ട് കട്ടി കുറഞ്ഞോണ്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ഉണ്ട പരിവാക്കി ഞാൻ കൈ ഇട്ടിടാം. എന്താ കഴിച്ചു നീ എനക്ക് എന്താ പറയണം പറ. അപ്പൊ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ട് ഇതാണ് ഫിറ്റ് ചെയ്തെടുത്തിട്ട് ഇനി ബീഫൊക്കെ ഇതിന്റെ അകത്ത് വെച്ചിട്ട് നെക്കി ഒരു കാര്യം പറയും. ഇതെടുത്ത് ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഇതിന്റെ അകത്ത് മുക്കി നമ്മൾ പൊരിച്ചെടുക്കുന്നു. അങ്ങനെയാണ് അതിന്റെ പ്ലാൻ. എന്തിനാവും നമുക്ക് നോക്കാം. അത് കഴിച്ചു നോക്കെ. അപ്പൊ എന്തായാലും നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എണ്ണ ചൂടാക്കാൻ വെക്കണം. അടുപ്പത്തിക്കും വിറമ്പിച്ചിട്ട് വെക്കാം. ചൂടാവട്ടെ, എണ്ണ ഒട്ടിക്കാം. ഇത്രയും വേണോ? അത് ഇനിയൊന്നും ഉപയോഗിക്കത്തില്ല. പാമോയിലല്ലേ ഇത്? പാമോയിലാണോ? അതാണ് ഈ കളർ കേട്ടോ. ചൂടാകുമ്പോ കളർ മാറൂടെ. ഇതുപോലെ ആക്കി എടുക്കാം. കുറച്ച് ബീഫ് കുറച്ച് മതി. എത്ര കഴിച്ചു? ഒരു ഉള്ളിയും കൂടി എടുത്തു വെച്ചു. നീളം കറക്റ്റ് കിട്ടുമെന്ന് ചേർന്നു കേട്ടോ. എങ്കിലും ഞാൻ ശ്രമിക്കും. ഈ ഒരു ഇതുപോലെ ആക്കണം. ഇത് നീളം വരുന്നവരെ ഇനി നീളമാക്കി കുഴപ്പമില്ല. നിങ്ങളുടെ അളവിന് സെറ്റ് ചെയ്യാം. അതെയല്ല, നമ്മളെ അളവിന് സെറ്റ് ചെയ്യുന്നു. ഇത്ര ബീഫേ ഉള്ളൂ. ഇത് തയ്ക്കാനുള്ളതന്നെ ഈ സാധനത്തിൽ. അപ്പൊ അതൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാമോയിലിന്റെ കളർ മാറി സാധാരണ നമ്മുടെ എണ്ണ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സെറ്റ് ചെയ്തിട്ട് ഇനി പൊരിച്ചെടുക്കുന്ന കാണിക്കാം. ഓക്കെ, എണ്ണ ചൂടാൻ നോക്കണേ. കറക്റ്റ് അല്ലേ ഇത്? ജസ്റ്റ് 4 ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ മുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കയ്യതിൻ്റെ അകത്ത് മുങ്ങിയ ഫിംഗർ ചിപ്സ് ആവും. ഒന്ന് ഇടാൻ പറ്റും, ചെറിയ പാത്രമുണ്ട്. ആ കണ്ണാപ്പ് എടുത്തണം. നമുക്ക് വലിയ എണ്ണാണോ ചെറിയ എണ്ണ? ചെറുത്. ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാറുള്ളത്. വെള്ളം മുഖത്ത് കറക്കിന് മാറുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പൊട്ടിത്തെറിക്കണല്ലേ? ഒരു പാത്രം എടുത്തടാ. തോനെ നേരിട്ട് വേവിക്കണ്ട. മാവ് ജസ്റ്റ് വേവാൻ വേണ്ടി മാത്രം എടുത്തേ. പഴം നമ്മൾ പുഴുങ്ങിയതാണ്, ബീഫ് എന്താണ്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് ചുവന്ന കളർ വരുമ്പോ നമുക്ക് കോരി മാറ്റാം. റെഡ് കളർ വരുമ്പോ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നോക്കിയോ. എടേ, ഈ കമന്റ് പറഞ്ഞമാർക്കൊന്നും സാധനം ഇല്ല. നോക്കിയോ, നിനക്കില്ല. നീ പാത്രം എടുത്തണം കേട്ടോ. നീ കമന്ററി എത്രയും പറഞ്ഞോണ്ട് നിനക്ക് സാധനം ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ, ഈ കമന്റ് പറയണമാരെ ഉണ്ടാക്കുന്നതിന് കുറ്റം പറയണമാരെ എനിക്കിഷ്ടല്ല. ഞാൻ എടുക്കില്ല.
നീ എന്ത് പറഞ്ഞാലും നിന്നെ എനിക്ക് നിന്നെ അത് എടുക്കൂല നോക്കൂ. Next time. Just number 2. ഫോട്ടോ മനസ്സിലായി. ആയില്ല ഗോൾഡ് ആയില്ല ഗോൾഡ് ഇടാൻ കൊടുത്തായി. സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ ഷേപ്പ് ഒന്നും ഇല്ല എങ്കിലും വാഴക്കപ്പത്തിന്റെ ഏകദേശം ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. സാധനം ടേസ്റ്റ് നോക്കാം. സൂപ്പർ. ഇതാണ് സാധനം ഇതിന്റെ അകത്തുള്ള ബീഫിന്റെ സെറ്റി. ഉം. ടേസ്റ്റി. ഉം. നീ കഴിച്ചു പറയാം. അടിപൊളി സാധനം. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്.